നമുക്ക് ചുറ്റും 100 ലക്ഷം ആളുകൾ. MMCക്ക് ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അതുപോലെ ഒരു ഫുൾ ടൈം സെക്രട്ടറി ഉണ്ടാക്കാൻ പോകുന്നു. വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ മില്യൺ മലയാളി ക്ലബ്ബ് 24-ൽ പ്രവർത്തിക്കും. അതിൻ്റെ തലവനായിട്ട് നമ്മൾ PP ജെയിംസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സംഘം ആളുകൾ MMCയിൽ ഇന്നലെ തന്നെ ചേർന്ന് കഴിഞ്ഞു. അതായത് നമ്മുടെ ഇത് നിയന്ത്രിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് അതിൻ്റെ മില്യൺ മലയാളി ക്ലബിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് വരാൻ പോകുന്നു. വ്യവസ്ഥാപിതമായി ഒരു സ്ട്രക്ചേർഡ് സംഘടന വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ ലോക മലയാളികളെ, 1 കോടി മലയാളികളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്ന 10 മില്യൺ മലയാളി ക്ലബിൻ്റെ ഭാഗമായി കോഴിക്കോട് ദേവഗിരി കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതിൻ്റെ ഭാഗമാകാൻ തയ്യാറായി. ആശയങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ MMC വളരെ സഹായകരമാകുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുമായി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള വലിയ അവസരങ്ങൾ MMC തുറന്നു വയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. MMC ആഗോള ഗ്രാമമായ ലോകത്ത് പിടിച്ചൊരു വലിയ വമ്പൻ കുടയാക്കി നമ്മൾ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ പ്രതീക്ഷയുടെ ഉള്ളൊരു വിഷണറി പ്രോജക്റ്റാണ് മില്യൺ മലയാളി ക്ലബ്ബ്. അപ്പം ദേവഗിരി കോളേജിലേക്ക് മില്യൺ മലയാളി ക്ലബിന് വലിയ തലത്തിലുള്ള പിന്തുണ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ നൽകുന്നുണ്ട്. ഞാനിപ്പോൾ എത്തിയത് കോഴിക്കോടിൻ്റെ തന്നെ വളരെ മനോഹരമായ ക്യാമ്പസുള്ള അടിപൊളി കോളേജായ ഒട്ടനവധി വിദ്യാർത്ഥികളുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പഠിച്ചൊരു കോളേജാണ് ദേവഗിരി കോളേജ് കോഴിക്കോട്. ദേവഗിരി കോളേജിലെ കുറേ കുട്ടികളും ഒപ്പം തന്നെ അധ്യാപകരുമാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ MMC ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങളത് ഡൗൺലോഡ് ചെയ്തോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നല്ല ആപ്പാണ്. നമുക്ക് പ്രാദേശികമായിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടുള്ള എല്ലാവരുമായിട്ട് ഒരു കണക്ഷൻ വെക്കാനായിട്ടൊക്കെ നല്ല സഹായിക്കുന്ന ആപ്പാണ്. ഇൻസ്റ്റ ഒപ്പം തന്നെ ഫേസ്ബുക്കൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ തോന്നുന്നത്? ഇൻസ്റ്റയിലൊക്കെ ആകുമ്പോൾ ലോകം മൊത്തം അറിയും. ഇതാകുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ മാത്രമായിട്ട് അറിയിക്കാൻ പറ്റും. അല്ല, എല്ലാ മലയാളികളും ഉണ്ട് ഇതിനകത്ത്. എന്ത് തോന്നുന്നു? നല്ലൊരു ആപ്പാണ്. ഈ നമ്മളെ ഒരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കാനോ അതേപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് മെസ്സേജ് അയക്കാനോ ഒക്കെ സാധിക്കുന്നതാണ്. നല്ലൊരു ആപ്പാണ്. കുറേ ന്യൂസുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നമുക്ക് ടീച്ചർമാരോട് തന്നെ ചോദിക്കാം, എന്താ ടീച്ചറെ പറയാറുള്ളത്? സെൻസ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രൈവസി കൺസേൺസ് ഉണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പം വലിയ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ട്. കൃത്യമായ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ്സ് നടക്കാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആവശ്യങ്ങൾ ലിമിറ്റഡ് സ്പേസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്താ തോന്നുന്നത്? പിന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വളരെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, മനുഷ്യരായിട്ട് കണക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലത്ത് അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആപ്പ് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതൊരു മികച്ച പരിപാടിയായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ? ഓ, ചെയ്തു. നല്ല ആപ്പാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അത് മലയാളീസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ധൈര്യമാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ ന്യൂസും അറിയാൻ പറ്റുന്നുണ്ട്. 24 hours യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ന്യൂസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ആപ്പാണ്. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണല്ലോ നോക്കുക. അതേപോലെ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ന്യൂസും അറിയാം, അല്ലാത്ത കാര്യങ്ങളും അറിയാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉള്ളത് കൂടുതൽ അറിയാൻ പറ്റും. ഏതായാലും ദേവഗിരി കോളേജിലെ അധ്യാപകരും കുട്ടികളും MMCയുടെ ഭാഗമായിരിക്കുകയാണ്. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. ദേവഗിരി കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും നമ്മുടെ ആശംസകൾ. ഒരുപക്ഷെ ഈ മില്യൺ മലയാളി ക്ലബിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ സഹായകരമാകും. അധ്യാപകർക്കാണെങ്കിൽ ലോകത്ത് നടക്കുന്ന പല ഗവേഷണങ്ങളെക്കുറിച്ചും അതുപോലെ സഹ അധ്യാപകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാൻ പറ്റും. വിദേശ നാടുകളിൽ നിന്ന് അവിടുത്തെ വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കുന്ന ഗവേഷണാധിഷ്ഠിതമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരുമായി പങ്കുവയ്ക്കുവാനും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്നതിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ കുട്ടികൾക്ക് വിദേശ നാടുകളിലേക്ക് ചേക്കേറുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നൊക്കെ തന്നെ ഈ ആപ്പിലുണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഈ MMC മില്യൺ മലയാളി ക്ലബിൻ്റെ ലോഗോ ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ ഇത് ലഭ്യമാണ്. ഇപ്പോൾ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് ഈ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ എത്താൻ കഴിയും. അതുവഴി MMC ആപ്പിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അത് പക്ഷേ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു വലിയ ജനസമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആദ്യത്തെ മൊബൈൽ ആപ്ലിക്കേഷനാണ് MMC. അപ്പോൾ ആദ്യം 10 ലക്ഷം ആളുകളിലേക്ക്, അത് കഴിഞ്ഞ് ഈ 10 ലക്ഷം ആളുകൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതുപോലെ മറ്റുള്ളവരും ഒക്കെ അണിചേരുമ്പോൾ, അയൽവാസികളും ഒക്കെ അണിചേരുമ്പോൾ അത് 1 കോടിയാക്കി മാറ്റും. 1 കോടി ആളുകൾ ഒന്നായി ചേർന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനും കൂടുതൽ സൗഹൃദങ്ങളും സഹായങ്ങളും പങ്കുവയ്ക്കാനും നമ്മൾ ശ്രമിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള 2 ടെലിഫോൺ നമ്പറാണ്. ഈ രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ഫോൺ നമ്പർ എടുക്കാൻ ആളുകൾ ഉണ്ടാകും. ആദ്യത്തെ നമ്പർ 8111991602, മറ്റൊരു നമ്പർ 8111991260. ഈ 2 നമ്പരും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ രാവിലെ 7 മണിക്ക് ഓണായാൽ രാത്രി 12 മണി വരെ ഈ ഫോൺ അറ്റൻഡ് ചെയ്യും. അതേസമയം ഈ മൊബൈൽ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇത് പ്രവർത്തിക്കും. വിവിധ ടൈം സോണുകളിൽ ആളുകളോട് നിങ്ങൾക്ക് സംവദിക്കാൻ കഴിയും. ഒരുപക്ഷേ തുടക്കമായതേ ഉള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഓരോ ദിവസവും ഇതിൽ അംഗങ്ങളാകുന്നു. അത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് അത് മാറുന്നു. നമ്മളും വളരെ സന്തുഷ്ടരാണ്. കാര്യം ലോകത്ത് നമുക്ക് ഇതിൽ കൂടുതൽ നല്ലൊരു കാര്യം ചെയ്യാനില്ല എന്നാണ് 24 കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.